അപ്പോൾ ഈ വ്യാഴാഴ്ച നല്ല ചൂടോടുകൂടിയൊക്കെ ഈ ദിവസം തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സൊന്ന് കുളിർപ്പിക്കാൻ നല്ല ഒരു പാട്ട് പ്രേക്ഷകർ കേട്ടു. അയ്യപ്പ ഭക്തിഗാനം പാടി വൈറലായ നിഷ സുൽത്താനും സജിനയും നിഷാദും ദിൽറുബ നിഷാദുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ഒരു കുടുംബം മുഴുവൻ നമുക്കൊപ്പമുണ്ട്. വെരി ഗുഡ് മോർണിംഗ് സുൽത്താൻ ആൻഡ് ഫാമിലി. വെരി വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾ തൃശ്ശൂർ എവിടെയാണ് നിഷാദ്? ഞങ്ങള് തൃശ്ശൂര് തളിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ എം എ യൂസഫ് അലിക്കാടൊക്കെ തൊട്ട് ഒരു 2-3 കിലോമീറ്റർ അപ്പുറത്ത് തളിക്കുളം. ഓക്കെ. എന്താ ചെയ്യുന്നത് പാട്ടല്ലാതെ പരിപാടി? പാട്ട് തന്നെയാണ് ജീവിതം. ഒരു 20 വർഷമായിട്ട് പാട്ട് തന്നെയാണ്. ഓക്കെ. കുടുംബം ഒന്നാകെ പാട്ടുകാരാണോ അതല്ല മക്കളും വാപ്പയുമാണോ പാട്ടുകാര്? എല്ലാവരും ഉമ്മയും പാടുന്നുണ്ടോ? ഞാനും ഞാനും വൈഫും മോളും എല്ലാരും പാട്ടുകാരാണ്. ഓ പാട്ട് ഫാമിലിയാണ്. ഗ്രേറ്റ്. അപ്പൊ പാട്ടുകാരെ വിളിച്ചിരുത്തിയാൽ സംസാരിപ്പിക്കരുതെന്നാണ്, പാട്ട് പഠിച്ചോണം എന്നുള്ളതാണ് നമ്മുടെ നിയമം. അപ്പോ ഈ എങ്ങനെയാണ് ഈ അയ്യപ്പ ഭക്തിഗാനത്തിലേക്ക് എത്തിയത് നിഷാദ്? ഞാൻ പൊതുവേ നമ്മള് ഈ റീല് ഇപ്പൊ സോഷ്യൽ മീഡിയക്ക് ഭയങ്കര പ്രാധാന്യമാണല്ലോ. അപ്പൊ നമ്മള് ഓരോ വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോ വിഷു ആയാലും ഓണായി കഴിഞ്ഞാലും പെരുന്നാളായാലും ഒക്കെ ഞാന് അതുമായി ബന്ധപ്പെട്ട് പാട്ടുകളൊക്കെ ഇടലുണ്ട്. അപ്പൊ അയ്യപ്പസ്വാമിയുടെ ആ സീസൺ ആയപ്പോ ഞാന് നമ്മള് അയ്യപ്പന്റെ കുറച്ച് പാട്ടുകളൊക്കെ പാടി. അപ്പൊ അത് വൈറലായി. ഇപ്പൊ കഴിഞ്ഞ സീസണിൽ വൈറലായി. അപ്പൊ ഞാനും മോളും പാടിയ പാട്ടാണ് ആദ്യം വൈറലായത്. പിന്നെ ഞങ്ങള് മൂന്നാളും കൂടെ പാടിയിട്ടുള്ള വേറൊരു ശബരി ഗിരീഷ് ഓക്കെ. എന്നുള്ള ഒരു ആൽബം അത് വൈറലായി. ഓ ഒക്കെ ഗ്രേറ്റ്. അയ്യപ്പന്റെ പാട്ടുകളാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നിങ്ങളിപ്പോ പാടി നമ്മൾ കേട്ട പാട്ട് ആദ്യം കേൾക്കാം, വാപ്പയുടെയും മോളുടെയും പാട്ട്. അപ്പൊ മോളുടെ ഓക്കെ പേരെന്താണ്? ഓക്കെ. ദിൽറുബ. ദിൽറുബ. അപ്പൊ ദിൽറുബയുടെയും നിഷാദിന്റെയും ആ പാട്ട് ഒരിക്കൽ കൂടി നമുക്കൊന്ന് കേൾക്കാം, നേരിട്ട് ലൈവായിട്ട്. ഓക്കെ. റെഡി. കലിയുഗ വരദാ കന്നിക്കാരാം പൈതങ്ങൾ ഞങ്ങൾ ശരി. കഠിനതരം കരിമല കേറാനായി അണഞ്ഞിടും നിഷാദ്, മോളുടെ നേരം. ദിൽറുബയുടെ ഓഡിയോ കിട്ടുന്നില്ല. എനിക്കൊന്ന് വോയിസ് മൈക്ക് കേൾക്കുന്നില്ല. ദിൽറുബയുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പൊ ചേർന്നിരുന്നാലേ കിട്ടത്തുള്ളൂ. ഓക്കെ. ഒരിക്കൽ കൂടി. റെഡി. കലിയുഗ വരദാ കന്നിക്കാരം പൈതങ്ങൾ ഞങ്ങൾ. കിട്ടാൻ പാടായിരിക്കും നിഷാദ്. കാര്യം ആ മൈക്ക് മോൾക്ക് കിട്ടിയാൽ മാത്രമേ അത് കേൾക്കാൻ പറ്റത്തുള്ളൂ. കാര്യം മോളുടെ ഓഡിയോ ഒട്ടും കേൾക്കുന്നില്ല. നിഷാദിനെ നന്നായി കേൾക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ഓക്കെ. ചെയ്യാം, നിങ്ങൾ ഒരുമിച്ച് പാടിയ പാട്ട് ഞങ്ങൾ ഒന്ന് കേട്ടിട്ട് വരാം. അപ്പോഴേക്ക് നമുക്ക് ആ സാങ്കേതിക തടസ്സം ഒന്ന് മാറ്റി വരാം. നിഷാദും കുടുംബവുമാണ് ഓക്കെ. നമുക്കൊപ്പം ചേരുന്നത്. അയ്യപ്പ പാട്ടുകൾ കൊണ്ട് വൈറലായ തൃശ്ശൂരിലെ നിഷാ സുൽത്താനും കുടുംബവുമാണ്. നമുക്ക് ഇവർ കുടുംബസമേതം പാടിയ മറ്റൊരു അയ്യപ്പ ഗാനമുണ്ട്. കാതരഹൃദയ സരോവര നിറുകയിൽ ഉദയാങ്കുലിയാകൂ മംഗളമന്ദസ്മിതം തൂകൂ. ഓക്കെ നിഷാദ്, ഇത് അയ്യപ്പ ഭക്തിഗാനമല്ല കേട്ടോ, ഇത് മൂകാംബിക ഭക്തഗാനമാണ്. സൗവർണിക വീജികൾ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ, ആ പാട്ടിൻ്റെ തുടർച്ചയായിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ ഗംഭീര പാട്ടായിരുന്നു രണ്ട് പാട്ടും. അപ്പോൾ നിഷാദ്, നമുക്കിനിപ്പോൾ മോളുടെ ശബ്ദം കേൾക്കുമെന്ന് തോന്നുന്നു. മോളെ ഹായ് എന്ന് പറഞ്ഞേ, ശബ്ദം കേൾക്കുമെന്ന് നോക്കട്ടെങ്കിൽ. ആ കേൾക്കാം കേട്ടോ. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കാം, ആദ്യം പാടിയ പാട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. കലിയുഗ വരദാ കന്നിക്കാരം പൈതങ്ങൾ ഞങ്ങൾ. കഠിനതരം കരിമല കേറാനായി അണഞ്ഞിടും നേരം. ഇത് ചെറിയൊരു പ്രശ്നമുണ്ട് നിഷാദ്, ആ പാട്ടിൻ്റെ ഇടയ്ക്ക് ഇത് വരുന്നത് നമ്മുടെ രസം കൊല്ലിയാണ്. നമുക്കൊന്ന് പരിഹരിച്ചിട്ട് വരാം എന്ന് തോന്നുന്നു. മോളുടെ പാട്ട് നമുക്ക് കേൾക്കുന്നില്ല, ഓഡിയോ കേൾക്കുന്നില്ല ഇപ്പോഴും. ഒരു ചെറിയൊരു ട്രബിൾ ഉണ്ട് അതിനകത്ത്. വേറെ ഏതൊക്കെ ഓഡിയോ പാട്ടാണ് കേൾക്കുന്നില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ വൈറലായത് നിഷാദ്? നമ്മള് പെരിയോനെ വൈറലായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാദാത്മിക മൂകാംബികയുടെ പാട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. കുറച്ച് പാട്ടുകളൊക്കെ ഇങ്ങനെ വൈറലായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പെരിയോനെന്ന് നിങ്ങൾ പാടിയ ആ പാട്ടും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അപ്പോൾ ഗംഭീരായി. ഒരു കുടുംബം മുഴുവൻ പാട്ടുകാരാവുന്നതിനേക്കാൾ വലിയ സന്തോഷമൊന്നുമില്ലല്ലോ. എനിക്കൊന്ന് സൂമിൻ്റെ ചെറിയൊരു സാങ്കേതിക തടസ്സമാണ് മോളുടെ ശബ്ദം കേൾക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. നമുക്ക് മറ്റൊരു ദിവസം മോളുടെയും ഉമ്മയുടെയൊക്കെ ശബ്ദം നമുക്ക് കേൾപ്പിക്കാം. നിഷാദ്, നിങ്ങൾ കുറേ കാലമായിട്ട് കുടുംബസമേതം ഈ വൈറലായിട്ടുള്ള വീഡിയോ ഒക്കെ ഇടുന്നുണ്ടോ റീൽസിൽ?
റീൽസ് ഇടലുണ്ട്. ഇപ്പൊ വൈറലായത് ഇപ്പൊ നമ്മുടെ അയ്യപ്പന്റെ ആ ഒരു സീസണോട് കൂടിയിട്ടാണ് നമ്മളുടെ ഫാമിലി വൈറലായിട്ടുള്ളത്. നിഷാദ് വേറെ അയ്യപ്പ പാട്ട് പാടിയിട്ടുണ്ടോ? വേറെ നമ്മളിപ്പോ ഞങ്ങള് 18ാം പടി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ശബരിഗിരീഷ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ആൽബത്തിലെ പാട്ട് ഞങ്ങൾ പാടി. അതും അത്യാവശ്യം വൈറലായി. എന്താ നമുക്ക് രണ്ടുപേരും അത് കേട്ടാലോ? ഒരുമിച്ച് പാടാം. 18ാം പടി കയറും ഭക്തരും ആത്മാവിൻ ശാന്തി തേടി വന്നിതാ. നിഷാദ് അവരുടെ ശബ്ദം കേൾക്കുന്നില്ല. നിഷാദ് കൂടി സപ്പോർട്ട് ചെയ്താലേ കേൾക്കുള്ളൂ. ഓക്കെ. ശബരിഗിരീശന്റെ മുഖമൊന്നു ദർശിക്കാൻ സൗഭാഗ്യമേകുമോ മണികണ്ഠനേ. ശബരിഗിരീശന്റെ മുഖമൊന്നു ദർശിക്കാൻ സൗഭാഗ്യമേകുമോ മണികണ്ഠനേ. പമ്പയിൽ പാപങ്ങൾ കഴുകിക്കളഞ്ഞുവൻ ശുദ്ധി വരുത്തിടുവാനായി ഇവർ മേൽ നോറ്റു നാം ത്യാഗമോടെ. ഓക്കെ നിഷാദ്, ചെറിയ ശബ്ദ തടസ്സമുള്ളതുകൊണ്ടാണ് നമുക്കത് പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നിഷാദിന് ധാരാളം ആളുകൾ അഭിനന്ദനം അറിയിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന് പ്രശാന്ത് മേനോൻ, കുഞ്ഞുമോൻ മാത്യു, രൺദേവ്, കരീം ബി, പ്രിയദർശനൻ, ട്രാവൽ ബോക്സ്, ഗോപകുമാർ ജി, ശിവസുബ്രഹ്മണ്യ എച്ച്, എല്ലാവരും അഭിനന്ദനം അറിയിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകരുടെയൊക്കെ അഭിനന്ദനം കിട്ടുന്നു നിങ്ങളുടെ കുടുംബത്തിന്. അപ്പോൾ താങ്ക്സ് എ ലോട്ട് രാവിലെ ഈ പ്രഭാത പരിപാടിയിൽ പങ്കെടുത്തതിന്. നമുക്ക് മറ്റൊരു ദിവസം നേരിട്ട് സ്റ്റുഡിയോയിൽ വന്ന് നമുക്ക് പാട്ട് പാടാം നിഷാദ്. അപ്പോൾ നമുക്ക് കുടുംബത്തിന്റെ പാട്ട് നമുക്ക് സാങ്കേതിക തടസ്സമില്ലാതെ നമുക്ക് പ്രേക്ഷകരെ കേൾപ്പിക്കാം. ഓ താങ്ക് യു. ഓക്കെ, താങ്ക്സ് എ ലോട്ട്.